ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 59 ആണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD, പമ്പ് ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ, അതുപോലെ ഡിപ്ലോമ ലെവലുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡെയിലി നമുക്ക് 2 hours അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് MCQ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ അതുപോലെ നാളത്തെ 2 ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ട്രാഷിൻ്റെ ടോപ്പിക് വൈസ് MCQൻ്റെ ഡിസ്കഷനും ശനിയാഴ്ച ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ആവാം. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് സജസ്റ്റ് ചെയ്യാം. 90 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം ജേതാവ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ബാച്ച് 2 10th ലെവൽ 21 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്, കറൻ്റ്ലി റണ്ണിങ് ആണ്. ഓക്കെ, 50 ഡേയുടെ കോഴ്സ് ഫോർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഓർ ഡിഗ്രി ലെവൽ എക്സാംസ് 22 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് ദൗത്യത്തിൻ്റെ. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 ബാച്ച് 8th ജൂലൈ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും അതുപോലെ തന്നെ 15th ജൂലൈ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിങ് ആണ്. അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. മൺഡേ ടു സാറ്റർഡേ 8 PM 20 minutes 20 questions ഉണ്ട്. ഫ്രീ ടെസ്റ്റാണ്, ബേസ്ഡ് ഓൺ ഓൾ സബ്ജക്ട്സ് ഓഫ് LDC ആൻഡ് LGS മെയിൻ എക്സാം ആണ്. അതുപോലെ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. എല്ലാ എക്സാംസും, എല്ലാ കേരള PSC എക്സാംസും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നാളെ ഇനി 23 ജൂലൈയിൽ, അതുപോലെ 13 ജൂലൈയിൽ 10 PM രാത്രി 10 PM ക്ലാസ്സാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് 1 month അക്കാഡമി കേരള PSC സബ്സ്ക്രിപ്ഷൻ ആണ്. സെക്കൻഡ് പ്രൈസ് കിട്ടുന്നവർക്ക് ₹1200 വർത്ത് ഓഫ് ആമസോൺ വൗച്ചേഴ്സ് ആണ്. തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് ₹1000 വർത്ത് ഓഫ് ആമസോൺ വൗച്ചേഴ്സ് ആണ്. ഓക്കെ, മൻസൂർ അലി സാറാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇനി ജൂലൈ 25th വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട്. 2 PM ആണ് സെക്രട്ടറി അസിസ്റ്റൻറ്റ്. അതുപോലെ LDCയിലാണെങ്കിൽ 8 PM ഇതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള 1 year സബ്സ്ക്രിപ്ഷൻ. 2nd to 5th ആണെങ്കിൽ 75% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷൻ. 6th to 10th ആണെങ്കിൽ 50% സ്കോളർഷിപ്പ് ഓൺ 1 year സബ്സ്ക്രിപ്ഷനും ആയിരിക്കും. ഓക്കെ, പ്ലസ് ഫിഗേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഔട്ട് ഡെയിലി സെഷൻ ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. അതുപോലെ ജൂലൈയിൽ ഒരു ഓഫറാണ് 3+1 കോംബോയും 12+2 കോംബോയും. അതുപോലെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് നിങ്ങളുടെ ഫീസിൽ നിന്ന്, എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും 10% ഓഫ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നമ്മുടെ കോഡൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ഡയറക്റ്റ് ജോയിൻ ആവാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പവർ സിസ്റ്റം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആഡപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 15,000 kilowatt. The annual load factor is 15% and plant capacity factor is 40%. Determine the reserve capacity of the plant. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? റിസർവ് കപ്പാസിറ്റി ഓഫ് ദി പ്ലാന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസർവ് കപ്പാസിറ്റി ഓഫ് ദി പ്ലാന്റ് കാണാനുള്ള ഫോർമുലാസ്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്താ നോക്കാം. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി യൂസ്ഡ്. ഓക്കെ, ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ചെയ്ത് മാക്സിമം പോസിബിൾ എനർജിയാണ് അത് നമ്മൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫോർമുലയുണ്ട് ഇതിന്, ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫോർമുലാസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാനുള്ള റിസർവ് കപ്പാസിറ്റിയാണ്. റിസർവ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റ് കപ്പാസിറ്റിയിൽ നിന്ന് മാക്സിമം ഡിമാൻഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റിസർവ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, മനസ്സിലായോ? അതായത് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാക്സിമം ഡിമാൻഡ് എന്നിട്ടുണ്ട് 15,000 kilowatt ആണ്. ആനുവൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് 50%, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 40% ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്, അതാണ് എത്ര? 15,000 കിലോവാട്ട്. ഓക്കെ, അതിന് ഇൻ ടേംസ് ഓഫ് 15,000 kilowatt ആണ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനുവൽ ലോഡ് ഫാക്ടർ എത്രയാണ്? 50. ഓക്കെ, 50% ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 40%. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്, ഇറ്റ് ഈസ് എത്രയാണ്? ലോഡ് ഫാക്ടർ 50% അല്ല, അപ്പോൾ 0.5 എന്ന് എഴുതാം. അതുപോലെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എത്രയാണ്? 40% ആണ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 40% ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർവ് കപ്പാസിറ്റി കാണാൻ വേണ്ടി പ്ലാന്റ് കപ്പാസിറ്റിയിൽ നിന്ന് മാക്സിമം ഡിമാൻഡ് മൈനസ് ചെയ്യുക. നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റിയാണ്. അതായത് നമ്മുടെ 0.5 ഡിവൈഡ് ബൈ 0.4 ആണ്. ഓക്കെ, ഇൻറ്റു എത്രയാണ്?
എത്ര അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണ് 15,000 കിലോ വാട്ടാണ്. അതിനെ മെഗാവാട്ടിലോട്ട് ആക്കണം. അതിന് ഇൻറ്റു 15 കൂടെ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ നമ്മുടെ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് കൊണ്ട് കുറയ്ക്കാനുള്ളത്. അപ്പോൾ റിസർവ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണോ അത് മൈനസ് മാക്സിമം ഡിമാൻഡ്. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 18.75 ഇൻ ടേംസ് ഓഫ് മെഗാവാട്ടിൽ തന്നെ എഴുതുക, മൈനസ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 3.75 മെഗാവാട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ആനുവൽ ബിൽ ഓഫ് എ കൺസ്യൂമർ ഹൂസ് മാക്സിമം ഡിമാൻഡ് ഈസ് 100 കിലോവാട്ട്, പവർ ഫാക്ടർ ഈസ് 0.8 ലാഗിങ്, ലോഡ് ഫാക്ടർ ഈക്വൽ ടു 60%, താരിഫ് യൂസ്ഡ് ഈസ് 50 per kilo volt ampere per annum of maximum demand plus 10 paise per kilowatt hour consumed. ഓക്കെ, ഇപ്പോൾ ഒരു ആനുവൽ ബിൽ ഓഫ് എ കൺസ്യൂമർ ആണ് കണ്ടുപിടിക്കാനുള്ള. മാക്സിമം ഡിമാൻഡ് വന്നിട്ടുണ്ട്, പവർ ഫാക്ടർ വന്നിട്ടുണ്ട്, ലോഡ് ഫാക്ടർ വന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതാം. ലോഡ് ഫാക്ടർ വന്നിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്ത താരിഫ് എന്ന് പറഞ്ഞാൽ ₹50 per kVA per annum ആണ്. പ്ലസ് പിന്നെ എന്താണ് 10 പൈസ പെർ കിലോ വാട്ട് അവറും കൺസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ് എന്ന് പറയുന്നത് ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 8760 ആണ് നമ്മുടെ ഫോമുല പറയുന്നത്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് കൺസ്യൂംഡ് എൻ്റെ ഫോമുല എന്താണ്? ഇറ്റ് ഈസ് മാക്സിമം ഡിമാൻഡ് അല്ല, നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ് ഈക്വൾ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 8760. ഓക്കെ, അതാണ് നമ്മുടെ ഫോമുല. അപ്പോൾ നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.6 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് 100 ഇൻറ്റു 8760 ചെയ്യുമ്പോൾ 3 യൂണിറ്റ്സ് 525,600 യൂണിറ്റ്സ് കിട്ടും. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആനുവൽ ബില്ലാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് KVA, ഇൻ ടേംസ് ഓഫ് KVA ആദ്യം കണ്ടുപിടിക്കുക. KVA എന്ന് പറയുന്നത് KW ഡിവൈഡ് ബൈ പവർ ഫാക്ടർ വെച്ച് ആദ്യം KVA കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 100 ഡിവൈഡ് ബൈ 0.. അപ്പോൾ 125 KVA കിട്ടി. ഓക്കെ, നമുക്കിനി താരിഫ് നോക്കാം. താരിഫ് എന്ന് പറയുന്നത് എത്രയാണ്? 125 ഇൻറ്റു എത്ര റുപ്പീസാണ് ഇൻറ്റു 50 പ്ലസ് നമ്മുടെ യൂണിറ്റ്സ് കൺസ്യൂംഡ് എന്ന് പറയുന്നത് എത്രയാണ്? 52560 ഇൻറ്റു എത്രയാണ്? 10 പൈസ പെർ കിലോ വാട്ട് അവർ. 10 പൈസ റുപ്പീസ് 10 പൈസയും കൂടെ അതും കൂടെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ ₹58810 കിട്ടും. ഓക്കെ, സംടൈംസ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് എ സ്ക്വയർ വേവ് വിത്ത് എ പീരീഡ് ഓഫ് 0.02 സെക്കൻഡ്സ്? ഓക്കെ, ഗിവൺ ടൈം തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി നമുക്ക് 1/t എന്ന് അറിയാം, ദാറ്റ് ഈസ് 50 ഹെർട്സ്. ഒമേഗ ഈക്വൽ 2πf. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2π/t എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചുകൂടെ? ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ 2πf. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു എത്രയാണ്? ഫണ്ടമെൻ്റൽ ആംഗുലർ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് 100 pi റേഡിയൻസ് പെർ സെക്കൻഡ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡാഷ് കണ്ടക്ടേഴ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ വയേഴ്സ് ആൻഡ് കേബിൾസ്? ഏതാണ്? ഏത് കണ്ടക്ടേഴ്സാണ്? അനീൽഡ് കോപ്പർ ആണ്. ബസ് ബാർ ടെമ്പറേച്ചർ റൈസ് ഇൻ DG set is proportional to. ബസ് ബാർ ടെമ്പറേച്ചർ റൈസ് ഇൻ DG set is proportional to സ്ക്വയർ ഓഫ് കറണ്ട് ആണ്. സ്ക്വയർ ഓഫ് കറണ്ട്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ബിറ്റ്വീൻ ട്രാൻസ്ഫോമേഴ്സ് ഫോർ റെസിഡൻഷ്യൽ ലൈറ്റിംഗ് ഈസ്? ഡൈവേഴ്സിറ്റി ഫാക്ടർ ബിറ്റ്വീൻ ട്രാൻസ്ഫോമേഴ്സ് ഫോർ റെസിഡൻഷ്യൽ ലൈറ്റിംഗ് ഇറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കിത് ഡൈവേഴ്സിറ്റി ഫാക്ടർ യൂസ് ചെയ്ത് നമുക്ക് ടോട്ടൽ ലോഡൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഫോർ എ ഫെസിലിറ്റി ഓർ ടു സൈസ് ഓഫ് ദി ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ കൺസ്യൂമറിൻ്റെ കേസിലാണെങ്കിൽ 1.2 to 1.3 ആണ് ആൻസർ വരുന്നത്. കൊമേഴ്ഷ്യൽ ലോഡ് ആണെങ്കിൽ 1.1 to 1.2. പവർ ആൻഡ് ലൈറ്റിംഗ് ലോഡ്സ് ആണെങ്കിൽ 1.50 to 2 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വന്നിട്ട് 1.3 ആ ഒരു റേഞ്ചിൽ വരും. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പവർ ഫാക്ടർ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ കിലോ വാട്ട്, റിഡക്ഷൻ ഇൻ വോൾട്ടേജ്, റിഡക്ഷൻ ഇൻ ലോസസ്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് റിഡക്ഷൻ ഇൻ ലോസസ് ആണ്. ബണ്ടിൽ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. ബണ്ടിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്? ടു റെഡ്യൂസ് കൊറോണ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത, ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം വെൻ ദർ ഈസ് എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂം ഇറ്റ് ഈസ് കോൾഡ്. ഇലക്ട്രിക്കൽ സിസ്റ്റം വെൻ ദർ ഈസ് എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇറ്റ് ഈസ് യൂണിഫോം റേറ്റ് താരിഫാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി താരിഫ്. ഫ്ലാറ്റ് ഡിമാൻഡ് റേറ്റ് താരിഫ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ യൂണിഫോം മീറ്റർ റേറ്റ് ഉണ്ട്, ബ്ലോക്ക് മീറ്റർ റേറ്റ് ഉണ്ട്, 2 പാർട്ട് ഉണ്ട്, പവർ ഫാക്ടർ താരിഫ് ഉണ്ട്, 3 പാർട്ട് താരിഫ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ട്രൂ ഫോർ ട്രാൻസ്മിഷൻ ലൈൻ സീക്വൻസ് ഇമ്പിഡൻസ്? ഏതാണ് ട്രാൻസ്മിഷൻ ലൈൻ സീക്വൻസ് ഇമ്പിഡൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ടുള്ളത്? പോസിറ്റീവ് സീക്വൻസ് നെഗറ്റീവ് സീക്വൻസ് ഇമ്പിഡൻസും സെയിം ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈം ടു ഓപ്പൺ ദ സർക്യൂട്ട് ബ്രേക്കർ കോൺടാക്ട് ഈസ് കോൾഡ്? ഓപ്പണിംഗ് ടൈം. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ടൈം ഓഫ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് വെച്ചാൽ ടൈം ഇൻ്റർവൽ ഫ്രം ദി എനർജൈസേഷൻ ഓഫ് ദി ട്രിപ്പ് കോയിൽ ടു ദ ഇൻസ്റ്റന്റ് ഓഫ് കോൺടാക്ട് സെപ്പറേഷനെയാണ് നമ്മൾ ഓപ്പണിംഗ് ടൈം ഓഫ് ദി സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അടുത്ത്, ദ വോൾട്ടേജ് അറ്റ് ദി 2 ends ഓഫ് എ ലൈൻ ആർ 132 കിലോ വാട്ട് ആൻഡ് ഇറ്റ് റിയാക്റ്റൻസ് ഈസ് 40 ohm. ദ കപ്പാസിറ്റി
ഓക്കെ, ദ കപ്പാസിറ്റി ഓഫ് ലൈൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് വോൾട്ടേജ് അറ്റ് 2 ends ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് 132 കിലോ വാട്ടാണ്, റിയാക്റ്റൻസ് 40 ohm ആണ്, കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ കാണാനുള്ള ഫോർമുല P ഈക്വൽ ടു VS/VR ഡിവൈഡ് ബൈ X ആണ്. VS എന്ന സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനും VR എന്ന റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനും. X എന്ന് വെച്ചാൽ സീരീസ് റിയാക്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ VSഉം VRഉം ഈക്വൽ ആണ്, 132 ആണ്, 40 ohm തന്നിട്ടുണ്ട്. കാരണം കപ്പാസിറ്റി കണ്ടുപിടിക്കാമല്ലോ, ദാറ്റ് ഈസ് V²/40. ഓക്കെ, നമുക്ക് കിലോ വാട്ടിലാണ് തന്നിട്ടുണ്ട്, വോൾട്ടിലോട്ട് ആക്കുക ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇൻ ടേംസ് ഓഫ് മെഗാ വാട്ടിലാണ് നമുക്ക് ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് 435.6 മെഗാ വാട്ട്. അടുത്ത യൂണിറ്റ് ഫോർ ബിൽഡിംഗ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഇറ്റ് ഇസ് കിലോ വാട്ട് അവർ. പെർ യൂണിറ്റ് ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഇംപെഡൻസ് ഡിവൈഡ് ബൈ ബേസ് ഇംപെഡൻസ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് എർത്ത് ഇൻ ദ കേസ് ഓഫ് ഓവർഹെഡ് ലൈൻസ്. ദ പ്രസൻസ് ഓഫ് എർത്ത് ഇൻ ദ കേസ് ഓഫ് ഓവർഹെഡ് ലൈൻസ് എന്താണ്? ഇറ്റ് വിൽ ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ഫുൾ ലോഡ് കണ്ടീഷൻ ദ പവർ ഫാക്ടർ ഓഫ് റോട്ടർ സർക്യൂട്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ്. ഫുൾ ലോഡ് കണ്ടീഷനിൽ പവർ ഫാക്ടർ ഓഫ് എ റോട്ടർ സർക്യൂട്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് യൂണിറ്റി ആണ്. ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് യൂണിറ്റി ആയിരിക്കും. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ റോട്ടർ പവർ ഔട്ട്പുട്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് 30 കിലോ വാട്ട്. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് സ്ലിപ്പ് വന്നിട്ടുണ്ട് 4%. ദ റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കറിയാം റോട്ടർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ്? S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ ആയിരിക്കും. ഓക്കെ, റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ ആയിരിക്കും. റോട്ടർ കോപ്പർ ലോസ് ഈക്വൽ ടു S സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് റോട്ടർ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റോട്ടറിൻ്റെ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണം. റോട്ടർ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റോട്ടർ ഔട്ട്പുട്ട് പവർ. ഓക്കെ, റോട്ടർ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് 1 - S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ ആണ്. റോട്ടർ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ 1 - S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ ആണ് റോട്ടർ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ചാൽ. ഓക്കെ, ഇത് നമുക്ക് റോട്ടർ ഇൻപുട്ട് പവർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. റോട്ടർ ഇൻപുട്ട് പവർ എന്ന് വെച്ചാൽ എന്താണ്? റോട്ടർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഈ 1 - S താഴെ വരും. ഓക്കെ, റോട്ടർ ഔട്ട്പുട്ട് പവർ നമ്മൾ ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 കിലോ വാട്ട്. എത്രയാണ്? 30 കിലോ വാട്ട് അല്ലേ റോട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 30 കിലോ വാട്ട്. അതിന് നമ്മൾ കിലോ വാട്ടൊക്കെ മാറ്റുക, എന്നിട്ട് നമുക്ക് ഇൻ ടേംസ് ഓഫ് വാട്ടിലാക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 30 കിലോ വാട്ട് 30,000 ഡിവൈഡ് ബൈ 1 - സ്ലിപ്പ് എത്രയാണ്? 4%. അത് മാറ്റുക, 1 - 0.04 കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ റോട്ടർ ഇൻപുട്ട് പവർ കിട്ടി. റോട്ടർ ഇൻപുട്ട് പവർ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ വന്നിട്ട് ഒരു 3.1 നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 31250 വാട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. റോട്ടർ ഇൻപുട്ട് പവർ കിട്ടി. ഓക്കെ, റോട്ടർ ഇൻപുട്ട് പവർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോട്ടർ കോപ്പർ ലോസിലെ കണ്ടുപിടിക്കാനുള്ളത്. റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിച്ചിട്ട് റോട്ടർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? അതെ, നമ്മൾ സ്ലിപ്പ് ഇൻറ്റു റോട്ടർ എന്താണ്? ഇൻപുട്ട് പവർ അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ അല്ലേ റോട്ടർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ. സ്ലിപ്പ് അറിയാം എത്ര? 0.04 ഇൻറ്റു റോട്ടർ ഇൻപുട്ട് പവർ നമ്മളിപ്പോൾ സോൾവ് ചെയ്തും കിട്ടി 31250. സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ വന്നിട്ട് 1250 വാട്ട് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, if an induction motor with a certain ratio of a rotor to stator's load run at 1/7 of the normal rated speed, the motor is said to be. If an induction motor with a certain ratio എന്ന് പറയുന്നത് എന്താണ്? റോട്ടർ ടു സ്റ്റേറ്റർ സ്ലോട്ട്സ് ആണ്. ഓക്കെ, ഇത് റൺ ചെയ്യുന്ന എത്രയാണ്? 1/7 ഓഫ് ദി നോർമൽ റേറ്റഡ് സ്പീഡാണ്. അങ്ങനെയാണ് ദ മോട്ടർ ഈസ് സെഡ് ടു ബി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ദ കണ്ടീഷൻ ഓഫ് ക്രോളിംഗ് ആണ്. ഓക്കെ, എന്താണ് ക്രോളിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പേസ് ഹാർമോണിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ സ്പേസ് ഹാർമോണിക്സിൻ്റെ പ്രസൻസ് ഒക്കെ കാരണം, നമ്മുടെ എയർ ഗ്യാപ്പ് ഫ്ലെക്സിലുള്ള സ്പേസ് ഹാർമോണിക്സിൻ്റെ പ്രസൻസ് കാരണം സ്പീഡ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത് 1/7 ഓഫ് ദി നോർമൽ സ്പീഡായി മാറും. അതിൻ്റെ മീനിങ് എന്താണ്? 7th ഹാർമോണിക്സ് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ റൊട്ടേഷൻ ഓഫ് ദി മെഷീനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, പക്ഷേ 5th 11th 17th ഒക്കെ അതങ്ങനത്തൊക്കെ ആണെങ്കിൽ എന്താണ്? നമ്മൾ റൊട്ടേഷൻ ഓഫ് മെഷീനെ ഒപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ അറ്റ് ക്രോളിങ്ങിൽ നമ്മുടെ സ്പീഡ് ഓഫ് ദി മെഷീൻ എന്ന് പറയുമ്പോൾ 1/7 ഓഫ് ദി എന്തായിരിക്കും? സിങ്കണസ് സ്പീഡായിരിക്കും. ഓക്കെ, 1/7 ഓഫ് ദി സിങ്കണസ് സ്പീഡായിരിക്കും അറ്റ് ക്രോളിങ്ങിൽ വരുന്നത്. മനസ്സിലായോ? അതാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഫ്യൂവൽ ആണോ, കൂളൻ്റ് ആണോ, മോഡറേറ്റർ ആണോ, ഇലക്ട്രോഡ് ആണോ? എന്തായിട്ടാണ്? ഇറ്റ് ഈസ് യൂസ് ആസ് ആൻ മോഡറേറ്റർ. എന്താണ് മോഡറേറ്റർ എന്ന് വെച്ചാൽ? മെയിൻലി മോഡറേറ്റർ ആണ് സ്പീഡ് ഓഫ് ദി ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ആണ്. എന്നിട്ട് നമ്മുടെ ഫിഷനും കൺട്രോൾ ചെയ്യുന്നത് മോഡറേറ്റേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഗ്രാഫൈറ്റ് ആണ് കോമൺ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ തന്നെ ബെറിലിയം റിയാക്ടേഴ്സ്, ഓർഡിനറി വാട്ടർ, ഹെവി വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം.
ഓക്കെ. പിന്നെ ഇവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഇതാണ് നാച്ചുറൽ യുറേനിയം 235, പ്ലൂട്ടോണിയം 239 ഒക്കെയാണ് ഫ്യൂവൽ. കൂളൻ്റ് എന്ന് പറയുമ്പോൾ സോഡിയമാണ് യൂസ് ചെയ്ത് ലിക്വിഡ് മെറ്റൽ ആസ് കൂളൻ്റായിട്ട് യൂസ് ചെയ്യും. ഓർഡിനറി വാട്ടറും ഹെവി വാട്ടറും ഗ്യാസൊക്കെ നമുക്ക് കൂളൻ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ കൺട്രോൾ റോഡിന് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? കൺട്രോൾ റോഡിന് ഉപയോഗിക്കുന്നത് ബോറോൺ, കാഡ്മിയം ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കൺട്രോൾ റോഡായിട്ടും ഉപയോഗിക്കാം. മനസ്സിലായല്ലോ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാൾഡ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ഇടുക്കി ഹൈഡ്രോളിറ്റിക് പവർ സ്റ്റേഷൻ ഈസ് ഇറ്റ് ഈസ് 780 മെഗാവാട്ട്. അടുത്തത് പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഇൻ പവർ സ്റ്റേഷൻ. ദ പെർമിസിബിൾ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഇൻ പവർ സ്റ്റേഷൻ ഈസ് പ്ലസ് ഓർ എത്രയാണ്? പ്ലസ് ഓർ -3% ആണോ? പ്ലസ് ഓർ -1% ആണോ? അതോ പ്ലസ് ഓർ -2% ആണോ? എത്രയാണ്? പ്ലസ് ഓർ -5% ആണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, പ്ലസ് ഓർ -3% ആണ്. അത് നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 1956 പ്രകാരം, റൂൾ 1956 പ്രകാരം ദ പെർമിസിബിൾ റേഞ്ച് ഓഫ് ദി ഗ്രിഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഇൻ പ്ലസ് ഓർ -3% ആയിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് 48.5 ഹേർട്സ് ടു 51.5 ഹേർട്സ് വരെ വരാം. ഓക്കെ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ കേരള എത്രയാണ്? 400 kV. The average load factor of a thermal power plant in India. The average load factor of a thermal power plant in India എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 50 to 60% ആണ്. ആവറേജ് ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ 50 to 60% റേഞ്ച് വരും. അതായത് നമ്മുടെ പവർ ലോഡ് ഫാക്ടറാണ് ഒരു ആവറേജ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ ഒരു ആവറേജ് കപ്പാസിറ്റി യൂട്ടിലൈസേഷനെയാണ് നമ്മൾ പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അടുത്ത്, if the time of operation of the relay for unit TMS is 10 seconds, the time of operation for 0.5 TMS will be. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് if the unit of the time of operation of the relay for unit TMS എന്ന് വെച്ചാൽ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ആണ്. ഓക്കെ. TMS എന്ന് വെച്ചാൽ എന്താണ്? ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ്. TMS ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ആണ്. 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് ടൈം ഓഫ് ഓപ്പറേഷൻ ഫോർ 0.5 ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് എന്ന് വെച്ചാൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി റിലേയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഓപ്പറേഷൻ ഓഫ് ദി റിലേയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് മോർ ദ റിലേ വിൽ ടേക്ക് മോർ ടൈം ടു ഓപ്പറേറ്റ്. അത് കൂടുതലാണെങ്കിൽ ടൈം മൾട്ടിപ്ലയർ സെറ്റിങ്ങിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ റിലേ കുറച്ച് കൂടുതൽ ടൈം ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ. അതിൻ്റെ പൊസിഷൻ ഈ TMSൻ്റെ സെറ്റ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത വഴി അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺടാക്ട് ഓഫ് ദി റൊട്ടേറ്റിംഗ് ഡിസ്കിൻ്റെ ആ ഡിസ്റ്റൻസും ആ കോയിൽ നമ്മുടെ ഡിസ്റ്റൻസിന് അതും ചേഞ്ച് ആവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ടൈം ഓഫ് ഓപ്പറേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് യൂണിറ്റി TMS. എത്രയാണ്? യൂണിറ്റി ടൈം ഓഫ് ഓപ്പറേഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് യൂണിറ്റി TMS ആണ്. ഓക്കെ. യൂണിറ്റി TMS യൂണിറ്റ് TMS ഇൻറ്റു എന്താണ്? TMS ആണ്. ദാറ്റ് ഇസ് എത്രയാണ്? 10 ഇൻറ്റു TMS എത്രയാണ്? 10 ഇൻറ്റു TMS ടൈം ഓഫ് ഓപ്പറേഷൻ 0.5. ആൻസർ വന്നിട്ട് 5 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. അടുത്തത്, ഫെറാനിറ്റി എഫക്ട് ഓൺ ലോങ് ട്രാൻസ്മിഷൻ ലോങ് ഓവർ ഹെഡ് ലൈൻ എക്സ്പീരിയൻസ്ഡ് വെൻ ഇറ്റ് ഈസ് ഫെറാനിറ്റി എഫക്ട് ഓൺ ലോങ് ഓവർ ഹെഡ് ലൈൻ എക്സ്പീരിയൻസ്ഡ് വെൻ ഇറ്റ് ഈസ് ലൈറ്റ്ലി ലോഡഡ് ആണോ, ഫുള്ളി ലോഡഡ് ആണോ, അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആണോ, ഓൺ ഫുൾ ലോഡ് അറ്റ് 0.8 പവർ ഫാക്ടർ ലാഗ് ആണോ, ഓൺ ഫുൾ ലോഡ് അറ്റ് 0.95 പവർ ഫാക്ടർ ലാഗ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഫെറാനിറ്റി എഫക്ട് ഓൺ ലോങ് ഓവർ ഹെഡ് ലൈൻ എക്സ്പീരിയൻസ് വെൻ ഇറ്റ് ഈസ് ലൈറ്റ്ലി ലോഡഡ് ആണ്. ഓക്കെ. മനസ്സിലായല്ലോ. മെയിൻലി ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് ഫെറാനിറ്റി എഫക്ട് എന്ന് വെച്ചാൽ വോൾട്ടേജ് അറ്റ് റിസീവിംഗ് എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് മോർ ദാൻ ദി സെൻഡിങ് വോൾട്ടേജ് ആയിരിക്കും. ഇത് മെയിൻലി ഒക്കെ ചെയ്യുന്നത് ലൈറ്റ് ലോഡ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് അറ്റ് റിസീവിംഗ് എൻഡിലായിരിക്കും ഇത് മെയിൻലി ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ 25 ക്വസ്റ്റ്യൻസ്. എല്ലാവരും പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.